നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മളൊരു ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അരൂപിയാണ് സകല കാര്യങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമോ ശാപമോ ആയി മാറുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. കുട്ടികളും മുതിർന്നവരെല്ലാം ഒരുമിച്ച് കൂടെ ആരെങ്കിലും വരാണെങ്കിൽ അവരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിളിക്കുക, കൂട്ടായ്മയോട് ചേർന്ന് നിർത്തുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ, കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു ദിവസം മുഴുവനും അങ്ങയുടെ പരിരക്ഷണം നൽകണമേ. ഇന്ന് ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ നൽകണമേ. ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവരെ അവിടുന്ന് പ്രത്യേകം സ്പർശിക്കണമേ. പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികളെ പ്രത്യേകം അവിടുന്ന് ആശീർവദിക്കണമേ. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മക്കളെ സ്പർശിക്കണമേ. ബുദ്ധിശക്തി നൽകണമേ. പ്രാർത്ഥിക്കാൻ പ്രേരണയില്ലാത്ത കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നൽകണമേ. ഹല്ലേലൂയ. വഴക്കിലും വെറുപ്പിലും ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഓരോ ജീവിതങ്ങളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പൈശാചിക ശക്തികളെ ഈ ഒരു ദിവസം ആട്ടിപ്പായിക്കണമേ. പൈശാചിക ശക്തികളെ ഈ കുടുംബങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. അഗ്നിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. ശക്തിമേനി അഗ്നിയയക്കൂ. ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. ശക്തിമേനി അഗ്നിയയക്കൂ. ദൈവമേ അഗ്നിയയക്കൂ. ഒരുമിച്ച് പാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശക്തിമേനി അഗ്നിയയക്കൂ. ശക്തിമേനി അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി വിടുവിക്കണമേ. അന്ധകാരങ്ങൾ കോട്ടകൾ തകരട്ടെ. പാപങ്ങളാൽ വന്ന
ദോഷങ്ങൾ എന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാ മോഹം നൽകി ശക്തിയായി ഉണർത്തിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാ മോഹം നൽകി ശക്തിയായി ഉണർത്തിടുന്നു. ആത്മാവേ അത്തിയായി നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അത്തിയായി നിറയണമേ. പാപത്തിൻ ശക്തി മേലിൽ അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തി മേലിൽ അഗ്നിയയക്കൂ. തകർച്ചയുടെ ശക്തി മേലിൽ അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തി മേലിൽ അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തി മേലിൽ അഗ്നിയയക്കൂ. തകർച്ചയുടെ ശക്തി മേലിൽ അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയയക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഉറക്കെ സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഉണർവിന്റെ അഭിഷേകം നിറയുന്നു. കൃപയുടെ അഭിഷേകം നിറയുന്നു. വലിയ സൗഖ്യങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ഈ നിമിഷങ്ങളിൽ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് ഓമന. ഞാൻ താവളത്തു നിന്ന് വരുന്നു. താവളം സഖിയോൻ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ താവളത്തു നിന്ന് തന്നെയാണ് ഓമന എത്തിയിരിക്കുന്നത്. ഓമൻ ഇപ്പോൾ സംസാരിക്കുന്നത് ലോകത്തുള്ള എല്ലാവരോടും ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ലോകത്തെ എല്ലാ ഭാഗത്തിരുന്ന ആളുകൾ കേൾക്കുകയാണ്. എനിക്ക് 4 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ആദ്യ സാക്ഷ്യം പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് അലസറും ഗ്യാസും കാരണം ഭയങ്കര ഇതായിരുന്നു, നെഞ്ചുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. എന്നാലും ഞാൻ അച്ഛനോട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരാഴ്ച ഒന്ന് ധ്യാനം കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ അത് കഴിഞ്ഞ് 3 ആഴ്ച ഞാൻ വന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ശനിയാഴ്ച സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു. പക്ഷെ അന്നെല്ലാം തിരക്കായിരുന്നു, തിരക്കൊണ്ട് പറ്റിയില്ല. അപ്പൊ ഈ കർത്താവ് അവസരം കൊടുത്തു. അതെ, അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ കൈക്ക് വേണ്ടി ഞാൻ അന്ന് വന്നപ്പോൾ തമ്പുരാനോട് പ്രാർത്ഥിച്ചിരുന്നു. അലർജി കാരണം പഴുപ്പും ഒക്കെ വന്നിരുന്നു. അപ്പൊ അതെല്ലാം മാറി നല്ല പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം മാറി. പക്ഷെ ഞാൻ പിന്നെ എൻ്റെ 2 സൈഡ് നല്ല പല്ലുവേദനയായിരുന്നു. അപ്പം ഞാൻ നല്ല രാവിലെയും വൈകുന്നേരം നല്ല പല്ല് വെച്ചിട്ട് ഞാൻ തമ്പുരാന്റെ വെള്ളം ലേശം നേരം വായിക്ക് വയ്ക്കും. അങ്ങനെ 2 ദിവസം ചെയ്തപ്പോഴത്തേന് ആ പല്ലുവേദന എല്ലാം വെള്ളം എന്ന് പറഞ്ഞാൽ വെഞ്ചിരിച്ച വെള്ളം. ആദ്യം നന്നായിട്ട് പല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെഞ്ചിരിച്ച വെള്ളം അപ്ലൈ ചെയ്യും. അപ്പൊ എന്തായി? എല്ലാം മാറി, എല്ലാം വിട്ടുപോയി. പിന്നെ എൻ്റെ മോനെ സ്കൂളിലേക്കേ പോവില്ലായിരുന്നു. മടിയാണ്. പക്ഷെ 1ാം ക്ലാസ്സിലെ ചേർത്തിട്ടുള്ള എന്നാലും പോവില്ല, മടിയാണ്. തമ്പുരാൻ ഞാൻ ആന്റണി അച്ഛൻ്റെ അടുത്ത് വന്നു തലയ്ക്ക് കൈവച്ച് നല്ല പ്രാർത്ഥിച്ചു. അപ്പൊ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. എല്ലാ മടിയും കൂടാതെ പോകാൻ തുടങ്ങി. തലയ്ക്ക് പിടിച്ച് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദുർപ്പികളെ വിട്ടുപോയി. അതിന് ബോധം തന്നെ. പിന്നെ നല്ല റെഡി ആയിട്ട് തുള്ളിച്ചാടി ഇപ്പൊ നല്ല സന്തോഷമായിട്ടല്ലേ പോണത്. നല്ല സ്കൂള് നല്ല സന്തോഷമായി, നല്ല മിടുക്കനായവൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി തുള്ളിച്ചാടി അവനെ സ്കൂളിൽ പോകാൻ വേണ്ടി സമയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവളുടെ കാര്യമുണ്ട്, നമ്മുടെ സ്വന്തം കാര്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ദൈവം വളരെ പ്രത്യേകമായ ഒരു ദൂത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. വചനത്തിൽ ഇങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്: വികടബുദ്ധികൾ കർത്താവിന്
വെറുപ്പ് ഉളവാക്കുന്നു. നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന ഒരു ദൈവവൈദ്യ അനുഭവം ഇന്ന് കർത്താവ് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് അജിൻ ഘോഷ്, തലഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. തലഞ്ഞിയിൽ നിന്ന് അജിൻ ഘോഷ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. 3 വർഷമായി എൻ്റെ കാലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. പല മരുന്നുകളും കഴിച്ചു, പക്ഷെ അത് ഉണങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ശാലോം ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ട് രോഗിനാഥൻ എന്ന് പറഞ്ഞ പുസ്തകം കാലയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രോഗികളുടെ നാഥൻ എന്ന പുസ്തകമാണ് അല്ലേ? പുസ്തകമല്ലേ ഇതാണോ? ഇത് അല്ലേ? ഇത് തന്നെയല്ലേ? ഇത് ഞാൻ നേരത്തെ കരുതി, ഇതുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഈ പുസ്തകം നേരത്തെ കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഒരു പുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും 10,000-കണക്കിന് അത്ഭുതങ്ങൾ ലോകത്തിൽ നടന്നതായിട്ട് പല സാഹചര്യങ്ങളെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ധ്യാനത്തിൽ ഇതാ ഒരു കുട്ടിയെ കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഇത് എത്ര നോക്കിയിട്ട് വ്രണം കരിയുന്നില്ല. അവസാനം എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് ഈശോയുടെ രൂപം അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് രോഗികൾ ഇതിനകത്ത് മുഴുവൻ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 5 രൂപയോ 6 രൂപയോ ചെറിയൊരു വിലയുള്ള പുസ്തകമാണ്. പ്രിയപ്പെട്ട സഹോദരി, ഈ വചനം അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മോനെ? പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് ഉണങ്ങി കരിഞ്ഞിരിക്കുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് അങ്ങോട്ട് കരിഞ്ഞുണങ്ങിയ അനുഭവമാണ് ഈ കുട്ടിക്കുള്ളത്. ഈ മുറിവ് കാലയിലായിട്ട് എത്ര നാളായിരുന്നു? ഒരാഴ്ചക്കായിരുന്നു അല്ലെങ്കിൽ കൂടുതലായിരുന്നോ? കൂടുതലായിരുന്നു. ഒരു മാസം? കുറേ നാളായിട്ട് അങ്ങനെ കുട്ടിക്ക് മുറിവുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഡോക്ടർമാരെ മരുന്നൊക്കെ കൊടുത്ത് കുറേ മരുന്ന് കഴിച്ചു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർമാരെ കാണിച്ച് കുറേ മരുന്നുകൾ കഴിച്ച്, പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ഇതങ്ങോട്ട് വെച്ച് അവസാനത്തെ ഒരൊറ്റ പ്രാർത്ഥന, ഇതിൻ്റെ ദൈവമേ സുഖപ്പെടുത്തണം, ഇതങ്ങോട്ട് മുറിവിനോട് ചേർത്ത് വെച്ച ഒറ്റ കരച്ചിലാണ്. പിറ്റേ ദിവസം നോക്കാം മുറിവ് കരിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ 25-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും, നിർമ്മലനോട് നിർമ്മലമായും, വിശ്വസ്തനോട് വിശ്വസ്തമായും അവിടുന്ന് ഇടപെടുന്നു. ഈ കുട്ടി നിഷ്കളങ്കമായി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന കർത്താവ് നിഷ്കളങ്കമായി അതേപോലെ ഇടപെട്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വലിയ കണ്ടമാനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. എനിക്കൊരു കാര്യം അറിയാം, നിഷ്കളങ്കമായ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ച് അവിടെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കത്തിന് അഭിഷേകം തുറന്ന് കർത്താവിനോട് പറയാനുള്ള അഭിഷേകം നിറയട്ടെ. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്നും കൂടെ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ദൂത് കർത്താവ് നമുക്ക് തരികയാണ്. വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതായ ഒരു ജീവിതം പോലെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. അതിന് ഒരു മറുമരുന്ന് ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വികടബുദ്ധിയാണെങ്കിലും, ഒരു ദുർബുദ്ധിയാണെങ്കിലും, ഒരു താന്തോന്നിയാണെങ്കിലും അവൻ്റെ ജീവിതത്തിലെ ആ തകർച്ചകളിൽ നിന്ന് അവന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മറുവിദ്യ, ഒരു മറുമരുന്ന് ബൈബിളിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ജ്ഞാനവും പ്രബോധനവും സ്വീകരിക്കുക, മാർഗദർശനം സ്വീകരിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം സുഭാഷിതം 11:14 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. വചനം നമുക്ക് ഏറ്റു പറയാം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനത അല്ലെങ്കിൽ ഒരു സമുദായം
അല്ലെങ്കിൽ ഒരു വംശം, ഒരു കുടുംബം, ഒരു സമൂഹം, ഇതിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാർഗദർശനം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു കുടുംബത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു സമുദായത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു മാർഗദർശനം നൽകാൻ ഒരാളില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജനത നിലം പതിക്കും. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. മാർഗദർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്താണ് അതിന്റെ കാരണം? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ അതിൻ്റെ കാരണം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് അതൊന്ന് വായിച്ച് കേൾക്കാം. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദരത്തിലേക്ക് ഏത് ഭക്ഷണം കൊടുത്താലും ചെല്ലും. അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അത് മാങ്ങയാകട്ടെ, തേങ്ങയാകട്ടെ, ചക്കയാകട്ടെ, അത് എന്തു തന്നെ ആകട്ടെ, ചോറാകട്ടെ, ഗോതമ്പാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ഉദരത്തിലേക്ക് കൊടുത്താൽ അത് സ്വീകരിക്കും. അത് അതിൻ്റെ രീതിയാണ്. ഉദരം ഏത് തരം ഭക്ഷണവും സ്വീകരിക്കുന്നു. അതുപോലെയാണ് ചില സമൂഹങ്ങൾ അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ. അപ്പോൾ ജ്ഞാനിയായ ഒരു വ്യക്തി ആ സമുദായത്തിന്, ആ സമൂഹത്തിന്, ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് ആത്മീയമായ ഒരു മാർഗദർശനം അല്ലെങ്കിൽ ദൈവികമായ ഒരു മാർഗദർശനം കൊടുത്തില്ലെങ്കിൽ ആ സമൂഹം ആത്മീയമായി അധപതിച്ചു പോകുമെന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഉദരത്തിലേക്ക് പോകുന്ന ഭക്ഷണം പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കരുത്. ഇതാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. വചനം വായിക്കാം. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് അപ്പോൾ ജ്ഞാനിയായ സൂക്ഷ്മബുദ്ധിയായ ഒരു നാവ് രുചി കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ തിരിച്ചറിയുന്നത് പോലെ, ഇറച്ചികളെ തമ്മിൽ വേർതിരിച്ചറിയുന്നത് പോലെ, രുചികളെ തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ജ്ഞാനി മാർഗദർശനം നൽകുന്ന വ്യക്തി അത് വേർതിരിക്കും. ആപത്തേത്, നന്മയേത്, സത്യമേത്, വ്യാജമേത്, നഷ്ടമേത്, ലാഭമേത് ജ്ഞാനി തിരിച്ചറിഞ്ഞ് തൻ്റെ സമുദായത്തിന്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ അല്ലെങ്കിൽ തൻ്റെ അധീനതയുള്ളവർക്ക് ഉപദേശം കൊടുക്കും. അതിൻ്റെ പേരാണ് മാർഗദർശനം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ അതിൽ 23-ാം തിരുലിഖിതം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിസ്മയനീയമാണ്. ജ്ഞാനികളെ പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സമുദായങ്ങൾ, അവരുടെ രാജ്യങ്ങൾ അത്ഭുതകരമായി, വിസ്മയനീയകരമായ വിധത്തിൽ ദൈവത്തിൻ്റെ അനുഭവത്തിൽ വളർന്നു വന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്ന ചിലരുണ്ട്. ജ്ഞാനികളെ സ്വീകരിക്കുന്നില്ല. അത് മാതാപിതാക്കന്മാർ പറയുന്ന വാക്കുകളാകട്ടെ, അല്ലെങ്കിൽ അത് ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങൾ പറയുന്ന വാക്കുകളാകട്ടെ, പ്രാർത്ഥിക്കുന്നവർ പറയുന്നതാകട്ടെ, ഇടവകയിലെ വികാരിച്ച് പറയുന്നതാകട്ടെ, അതും അല്ലെങ്കിൽ നല്ല പ്രാർത്ഥനയും ലോകജ്ഞാനമുള്ള നേതൃത്വ നിരയിലുള്ളവർ പറയുന്നതാകട്ടെ, അതിനെ തൃണവൽക്കണിച്ച് പോകുന്ന ചില ജീവിതങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നതിൻ്റെ നില ശോചനീയമാണ്. അവൻ്റെ അധ്വാനം വ്യർത്ഥവും അവൻ്റെ പ്രത്യാശ നിഷ്ഫലവുമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവം തന്ന നന്മയെ അനുഭവിക്കാൻ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ, ദൈവം തന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഗുണപ്പെടണമെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ജ്ഞാനം സ്വീകരിക്കണം, ഉപദേശം സ്വീകരിക്കണം, വിധേയപ്പെടണം. ഇത് കർത്താവിൻ്റെ ഒരു ക്രമീകരണം തന്നെ. എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് ഒരു ഉപദേശം തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, ദൗർഭാഗ്യം ഭാഗ്യമായും
ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൗർഭാഗ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിനെ ഭാഗ്യമാക്കി മാറ്റാൻ ഒരു ജ്ഞാനിയുടെ ഉപദേശത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതേപോലെ തന്നെ വലിയ ഭാഗ്യത്തിന് നടുവിലൂടെ നടന്നു വന്ന വ്യക്തിയാണെങ്കിലും ജ്ഞാനവും ഉപദേശവും ഇല്ലെങ്കിൽ വലിയ ദൗർഭാഗ്യത്തിലും വലിയ തകർച്ചയിലും കണ്ണുനീരിലും അത് ചെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രഭാഷകൻ 20:9 ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. വചനം നമുക്ക് ഏറ്റു പറയാം. ദൗർഭാഗ്യം ഭാഗ്യമായും ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മർക്കടമുഷ്ടി സ്വഭാവം, താൻ തോന്നിത്തം, എനിക്ക് മീതെ ആരുമില്ല, എന്നെ ആരും പഠിപ്പിക്കേണ്ട വിമത സ്വഭാവം, എതിർപ്പിൻ്റെയും മല്ലടിക്കുന്നതിൻ്റെ പ്രകൃതങ്ങൾ, ഒരു കൂസലില്ലാത്ത പ്രകൃതം, ഇതെല്ലാം മാറി ഒരു തെളിഞ്ഞ ബുദ്ധി നൽകണം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ഓരോ കുടുംബാംഗങ്ങളിലേക്കും ഓരോരുത്തരിലേക്കും ഇപ്പോൾ ഒരു അഭിഷേകമായി നിറയണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ. തകർച്ചയുടെ ശക്തി വേദി അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ. തകർച്ചയുടെ ശക്തി വേദി അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം തിരുലിഖിതം. ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. Praise the Lord. Praise the Lord. ആമേൻ. 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 ഹല്ലേലൂയ. മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടുകൂടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാറാനാഥാ. Come, Lord Jesus.